പ്രശാന്ത്, ഈ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇപ്പോഴും ഇവിടെ ചില വെടി പൊട്ടുന്നുണ്ട്. നമുക്കറിയാം, ഇസ്രായേലിനോട് എതിരിട്ട് നിന്നവരാണ് ഈ ഹിസ്ബുള്ളയെ പലരെയും നേതൃനിരയിലുള്ളവരെ തീർത്തു. ഇപ്പോഴും ഒരു കമാൻഡർ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. പക്ഷെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ഇസ്രായേലിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. അതല്ല ഇപ്പോഴും ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. ഈ ഇസ്രായേലാണ് കൊന്നതെന്നാണ് ഈ ഹിസ്ബുള്ള പറയുന്നത്. ഇതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ ഈ കൊലപാതകങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ. ആരോ കൊല്ലുന്നു, ആരോ മരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പോകുന്നു. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇസ്രായേലിനെ സംശയമുള്ളൂ. കാരണം കിഴക്കൻ ലെബനിൽ വെച്ചാണ് മരണം നടക്കുന്നത്. ഷേഖ് മുഹമ്മദ് അലി ഇതവരുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറാണ്. ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ടെററിസ്റ്റുകളുടെ കൂട്ടത്തിൽ അമേരിക്ക ലിസ്റ്റിട്ടേക്കുന്ന ആളാണ്. ഏതാണ്ട് ഈ പറയുന്ന ആൾ തന്നെയാണ് 153 യാത്രക്കാരെ കൊണ്ട് ഏതൻസിൽ നിന്ന് റോമിലേക്കുള്ള വിമാനമൊക്കെ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ മോസ്റ്റ് വാണ്ടഡ്, അമേരിക്ക വളരെ കാലമായിട്ട് പുറകെ നടന്നിരുന്ന ഒരു ക്രിമിനൽ. ഇതുപോലെ അമേരിക്ക പലവട്ടം തലയ്ക്ക് വിലയിട്ട ക്രിമിനലുകളൊക്കെയാണ് ഇതിനു മുമ്പൊക്കെ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ അവിടെ മരിച്ചു വീണിട്ടുള്ളത്. അമേരിക്കയ്ക്ക് തലയ്ക്ക് വിലയിടാനും പുറകെ നിൽക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് അകത്ത് കയറി ആക്രമണം നടത്തിയിട്ടുള്ളൂ. അമേരിക്കൻ കോൺസുലേറ്റിൽ കയറി വിഷയം ഉണ്ടാക്കിയവരെയൊക്കെ അന്ന് അറിയാമല്ലോ, ഈ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെയൊക്കെ ഇത് കൊന്നു. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാർ വന്നായിരുന്നല്ലോ. അപ്പോൾ പരസ്പരം ഈ കൈമാറ്റം, തടവുകാരെ കൈമാറ്റുന്നതും അല്ലെങ്കിൽ ഈ പാലസ്തീൻകാരെ കൈമാറി, അതുപോലെ തന്നെ ഇസ്രായേലുകാരെ 3 ഇസ്രായേലുകാരെ കൈമാറി, അതിന് പകരമായിട്ട് കുറേയേറെ പാലസ്തീൻ തടവുകാരെ കൈമാറി പോകുന്നൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കരാർ പ്രകാരം ഇവർ പറയുന്നത് തെക്കൻ ലെബനിൽ കയറിയിട്ടുള്ള ഇസ്രായേൽ പട്ടാളം അവിടെ നിന്ന് മാറിയിട്ട് ഈ ഹിസ്ബുള്ളയുടെ പട്ടാളത്തെ അവിടെ വിന്യസിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തു കൊടുക്കാമെന്നായിരുന്നു. ഈ തെക്കൻ ലെബനൻ എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ ഈ താമസിച്ചിരുന്ന ജൂതിഷ് വംശജരാണ്, അല്ലെങ്കിൽ ഇസ്രായേലികളാണ്. അവരെ അവിടുന്ന് മാറ്റിയിട്ടാണ് അവിടെ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ഒരു തേരോട്ടം നടത്തിയത്. അപ്പോൾ അവിടെ അന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടിയിൽ കൊണ്ട് അത്തരത്തിലൊരു കാര്യം നടത്തുകയും, എന്നാൽ ഈ ഐക്യരാഷ്ട്രസഭ പറഞ്ഞതൊന്നും കേൾക്കാതെ അന്നും ഒട്ട് മിസൈൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നും മിസൈൽ. ഈ പറയുന്ന 7-ാം തീയതി തൊട്ടാണ് ഔദ്യോഗികമായിട്ട് നമ്മളുടെ ലോകരാജ്യങ്ങൾ ഈ ഹമാസിൻ്റെ ആക്രമണത്തിന് ശേഷം ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഈ ലെബനനും ഈ പറയുന്ന ഹമാസും ഒക്കെ എന്നും ഈ 2 പൂത്തിരി കത്തിക്കുന്ന പോലെ ഒരു 10 മിസൈൽ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അയൺ ഡോം സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത് തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് അവർ ഈ ഭാഗം പിടിച്ചെടുത്ത്, ഏതാണ്ട് ലെബനിൻ്റെ പകുതി ഭാഗത്തോളം യുദ്ധത്തിനകത്ത് പിടിച്ചെടുത്ത് അവരവിടെ സൈനികരെ വിന്യസിച്ച് നിർത്തിയേക്കുന്ന സമയം ഈ കരാറിനകത്ത് പറയുന്ന പിന്മാറാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവരാ പിടിച്ചെടുത്തിടത്തുനിന്ന് പിന്മാറുമെന്ന്. കാരണം അവർക്ക് ആ പ്രദേശം അവിടുന്ന് അന്ന് കുടിയിറക്കിയ ഇസ്രായേലികളെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് വേണം എന്നാണ് അവരന്നേ ആവശ്യപ്പെടുകയും, അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് ഹിസ്ബുള്ളയെ കീഴ്പ്പെടുത്തിയ പ്രദേശം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. മാത്രവുമല്ല, നമ്മൾ പരിശോധിക്കുമ്പം ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവർ യുദ്ധം ചെയ്ത് കയറി പിടിച്ചിട്ടുള്ള പ്രദേശങ്ങളൊന്നും അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. അവർക്ക് ഇതിനു വേണ്ടി പ്രദേശമില്ല. നമ്മുടെ ഒരു ജില്ലയുടെ പകുതി പോലും, പത്തനംതിട്ട ജില്ലയുടെ പകുതി പോലും ഉള്ളൂ. അപ്പോൾ ആ പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ഏതായാലും ട്രംപ് വന്നതിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയും ആ കരാറിനകത്ത് ഈ പറഞ്ഞ അത്രയും വ്യക്തികളെ തിരിച്ചു കൊടുക്കാതെ പോലുമാണ് കരാർ നടപ്പാക്കിയിരിക്കുന്നത്. എന്നിട്ട് 34 പേരെ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ പിടിച്ചു വെച്ചിരിക്കുന്നവരെ തിരിച്ചു കൊടുക്കാമെന്ന്. പക്ഷേ 3 പേരെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരാഴ്ച ഇളവ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് യുദ്ധം നിർത്തിയിരിക്കുന്നത് എത്ര ദിവസത്തേക്ക് നിലനിൽക്കുമെന്നോ, ഇവർ പരസ്പരം ഉണ്ടാക്കിയിരിക്കുന്ന കരാർ എത്ര ദിവസത്തേക്ക് പാലിക്കപ്പെടുമെന്നോ എന്ന് പറയത്തില്ല. ഏതായാലും ഈ പറഞ്ഞ ഷേഖ് മുഹമ്മദ് അലി എന്ന് പറയുന്ന കമാൻഡർ അജ്ഞാതൻ്റെ ഇതാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ 2 സംസാരമുണ്ട്. കുടുംബവഴക്ക് മൂലം കൊല്ലപ്പെട്ടതാണ്. എന്നാൽ ഈ ഭീകരൻ്റെ ബന്ധുക്കൾ പറയുന്നു അങ്ങനെയൊന്നും കൊല്ലപ്പെട്ടതല്ല. ഏതായാലും ലെബനൻ സർക്കാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് അറിയുന്നതിനെ പറ്റി ഏറ്റവും അവസാനം ഇതിൻ്റെ പിറകിൽ ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ വെടിനിർത്തൽ കരാറുകൾ ഇതിനു മുമ്പും കരാർ ഒപ്പുവെച്ചതിന് ശേഷം പലവട്ടം വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ലാതെ വേറെ ആരും ഈ പ്രദേശത്ത് കയറി അല്ലെങ്കിൽ ലെബനിൽ കയറി ഇത്തരത്തിൽ ഇതുപോലൊരു കമാൻഡർ, അവിടെ ഏറ്റവും വേണ്ടപ്പെട്ട
ലോകത്തിന് വേണ്ടപ്പെട്ട ആളൊന്നുമല്ല, ലോകത്തെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ് ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കമാൻഡർ. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ആണ് മരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പറയുന്നത് പോലെ തടവ് പുള്ളി പരസ്പരം അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയവരെ പരസ്പരം കൈമാറിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പാലസ്തീൻകാരെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പിടിച്ചെടുത്ത ഈ യുദ്ധത്തിനകത്ത് ഒക്ടോബർ 6 ശേഷം ഗാസയിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ലെബനിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളോ മറ്റ് യുദ്ധത്തോടനുബന്ധിച്ച് ഈ ഇസ്രായേൽ പട്ടാളം കയറി ആക്രമിച്ചിട്ട് പട്ടാളം ഇപ്പോഴും നിലകൊള്ളുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരെ ഇറങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ ട്രംപിൻ്റെ തീരുമാനം രാഷ്ട്രീയപരമായിട്ട് വളരെ വലിയൊരു കോളിളക്കമാണ് ഈ ഇസ്രായേൽ അല്ലെങ്കിൽ സംഭവിപ്പിച്ചിട്ടുള്ളത്. നെതന്യാഹു ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു 450 ദിവസത്തോളം നടത്തിയ യുദ്ധം 15 മാസം യുദ്ധം യാതൊരു പ്രയോജനവുമില്ലാതെ പോകുന്നു. അല്ലെങ്കിൽ അതൃപ്തിയിലാണ് അവിടുത്തെ ജനങ്ങൾ. കാരണം അവർക്ക് അവരുടെ പിടിച്ചു വെച്ചവരെ തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അവർക്ക് പൂർണ്ണമായിട്ടും മോചിപ്പിച്ചിട്ടില്ല. അപ്പം മാത്രവുമല്ല ഈ കരാറിന് ശേഷം ഹമാസിൻ്റെ ആഹ്ലാദവും അല്ലെങ്കിൽ ആ പിടിച്ചു വെച്ച ബന്ദികളോട് കാണിച്ച പെരുമാറ്റവും. കാരണം ഈ ബന്ദികളെ തലയിലൊക്കെ ബാൻഡുമൊക്കെ ഇട്ട് കയ്യിൽ ഹമാസിൻ്റെ ബാൻഡുമൊക്കെ ഇട്ട് കൂവി വിളിച്ചുകൊണ്ടാണ് അവർ കൊണ്ട് ഏൽപ്പിക്കുന്നത്. അതേസമയം തിരിച്ച് ഇസ്രായേൽ വളരെ മാന്യമായിട്ട് പാലസ്തീൻകാരെ തടവുകാരെ അതും കൊടും കുറ്റവാളികളെ വരെ ആണ് തുറന്നു വിട്ടിരിക്കുന്നത്. എന്നിട്ട് 34 പേരെ തുറന്നു വിടാം എന്ന് പറഞ്ഞിട്ട് വെറും 3 പേരെ. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവർ ഈ കരാറൊന്നും അംഗീകരിക്കുന്നില്ല 3 പേർ, അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്നത് പോലെ ബന്ദികളില്ല. ഇതിലെന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത് അതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജനസമ്മതി മൊത്തവും ആ പ്രദേശത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ജനസമ്മതി ഇല്ലാതാവുകയും അല്ലെങ്കിൽ ജനങ്ങൾ ഇദ്ദേഹത്തിന് എതിരാവുകയും. കാരണം ട്രംപ് പറഞ്ഞു വളരെ കർക്കശമായിട്ട് നിർബന്ധം പിടിച്ച് അയാൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന യുദ്ധം നിർത്തലുണ്ടാവണം അല്ലെങ്കിൽ വെടിനിർത്തലുണ്ടാവണം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന് ഇസ്രായേലിന് യാതൊരു ഗുണവുമില്ലാത്ത രീതിയിലേക്ക് പോകുന്നു. ഈ പറഞ്ഞ തിരിച്ചെടുത്ത പ്രദേശങ്ങളിലേക്ക് വളരെ നിസ്സാരമായിട്ട് ഹമാസിൻ്റെ ആൾക്കാർ കയറി വീണ്ടും ആർത്തിയോടുകൂടി അല്ലെങ്കിൽ വളരെ കൂട്ടമായിട്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പിടിച്ചുകൊണ്ടുപോയ ഈ തടവ് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലഹരികൾ അടിച്ചേൽപ്പിക്കുന്നു. അതുവരെയുള്ള അവരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ ഇതിനകത്ത് തന്നെ വെച്ച്, അതായത് ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ലോകത്തുടനീളം ഇതുവരെ നടന്നതൊക്കെ വെറും വ്യാജമാണ്, വെറും പ്രചരണമാണ്, ഹമാസിനെ ഇസ്രായേലിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊക്കെ ഒരു മെസ്സേജ് അതിൻ്റെ പുറകിൽ കൊടുക്കുന്നതിന് വേണ്ടി ഹമാസിന് തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ വലിയ ഒരു കുഴപ്പം ഇസ്രായേലിന് സമ്മാനിച്ചിട്ടുണ്ട്. കാരണം ഈ യുദ്ധം തീരുന്നതിന് മുമ്പ് പശ്ചിമേഷ്യയിലെ രാജാവായിട്ട് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ മൊത്തം അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥ. ഒരു ഘട്ടത്തിൽ സൂയസ് കനാലിൻ്റെ നിയന്ത്രണം ഇത്ര കൊല്ലം എന്നുള്ളതിന് മാത്രമേ തീരുമാനമായത് പോയിട്ടുള്ളൂ. അത് രഹസ്യമായിട്ടല്ലെങ്കിൽ പരസ്യമായിട്ടല്ലെങ്കിൽ ഇത്ര കൊല്ലത്തേക്ക് ഇസ്രായേലിനെ ഏൽപ്പിക്കാം എന്ന് പോലും ഈജിപ്റ്റ് തീരുമാനിക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഈജിപ്റ്റിന് സൂയസ് കനാൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് വളരെ കൂടുതലായിട്ടുള്ള ഫണ്ട് ആവശ്യമായിട്ട് വന്നു. കാരണം ഹൂത്തികളുടെ ആക്രമണം അല്ലെങ്കിൽ ആ ഹൂത്തികളുടെ ആക്രമണത്തിനെ ചെറുക്കാൻ വേണ്ടിയുള്ള പെട്രോളിംഗ് സംവിധാനമോ അല്ലെങ്കിൽ സൈനിക സംവിധാനമോ ഒന്നും ഈജിപ്റ്റിനില്ല. അത് നടത്തിക്കൊണ്ട് പോകുന്നത് ഇസ്രായേലും അതുപോലെ അമേരിക്കൻ കപ്പൽ പടയും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് വളരെ വലിയൊരു തുക കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ മിച്ചമില്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പം ഈ പ്രദേശങ്ങളിലെ പ്രോക്സി ഗ്രൂപ്പുകളെയും ഹൂത്തികളെയും എല്ലാം നിയന്ത്രിക്കാൻ പ്രാപ്തമായ സൈനിക ശക്തിയായിട്ട് അംഗീകരിച്ചു പോകുന്ന ഒരു രാജ്യത്താണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഈ ഹമാസിൽ ഉൾപ്പെടെയുള്ളവർക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് വരും. അത് ഇസ്രായേലിന് വളരെ ബുദ്ധിമുട്ടും നാണക്കേടും ഒക്കെ ഉണ്ടാകും. ഏതായാലും നെതന്യാഹുവിന് ഇതൊരു വലിയ ക്ഷീണമാണ്. ഈ പറഞ്ഞ അജ്ഞാതൻ്റെ വിളയാട്ടം നമ്മൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം.
കാരണം അവരുടെ പിടിച്ചു നിൽപ്പിന് ഇതിൻ്റെ അപ്പം ഹമാസും ഈ ഹിസ്ബുള്ളയും ഒന്നും അടങ്ങുന്നില്ല അടങ്ങുന്നില്ല, ഒരിക്കലും അടങ്ങുന്നില്ല. കാരണം ഹമാസും ഹിസ്ബുള്ളയും അടങ്ങാൻ പറ്റത്തില്ല സാറേ. ഇവരുടെ ആകപ്പാടെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ഒറ്റ അജണ്ട ഇസ്രായേലാണ്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അടങ്ങാൻ പറ്റത്തില്ല. ഹമാസ് എന്തിനു വേണ്ടി? ഇസ്രായേലിനെ തീർക്കാൻ വേണ്ടി. ഹിസ്ബുള്ള എന്തിനു വേണ്ടി? ഇസ്രായേലിനെ തീർക്കാൻ. പിന്നെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ സാറിന് ഒരു ബിസിനസ് ചെയ്യാൻ പോകും. അപ്പോൾ ബിസിനസ്സിന് എയിമില്ലെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യുന്നത്? അത് തന്നെ ഇത് അടങ്ങത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം. കാരണം ഇത് ചെയ്യിക്കുന്ന, ഇതും കൊണ്ട് ഗുണമുണ്ടാവുന്ന, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇത്. പക്ഷേ ഏതാണ്ട് ഇപ്പം 15 മാസം നീണ്ട യുദ്ധത്തിൽ 45,736 പേരാണ് മരിച്ചത്. മരിച്ചാലെന്തോ ഇത് യുദ്ധം ജയിക്കുന്ന ഗാസ പൂർവ്വസ്ഥിതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ 350 വർഷം എടുക്കുമെന്നാണ് UN പഠന റിപ്പോർട്ട്. പൂർവ്വസ്ഥിതിയിൽ എത്തിയില്ലെന്തുവാ? അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരൻ പട്ടിണി കിടന്നാലെന്തുവാ? ഇതിന്റെ കമാൻഡോസ് 1-2 പേരൊക്കെ മരിച്ചെങ്കിലും ഇതിന്റെ ഇപ്പൊ നേതൃത്വം കൊടുക്കുന്നവർ ഖത്തറിലല്ലേ ഇരിക്കുന്നത്. അവർ തീവ്രവാദികളാണ്. ഖത്തറിലല്ലേ ഇരിക്കുന്നത്. എത്ര ഭാര്യമാർ വേണേലും ഉണ്ടല്ലോ, എത്ര സുന്ദരിമാർ വേണേലും ഉണ്ടല്ലോ, എത്ര 5 സ്റ്റാർ സംവിധാനം വേണേലും ഉണ്ടല്ലോ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ചെയ്യിക്കുന്നവർക്ക്, ബാക്കിയുള്ളവരെ മതത്തിൻ്റെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് ചെയ്യിക്കുന്നവർക്ക് തുടർന്നുകൊണ്ടേ പോകണം. ഹിസ്ബുള്ള നേതാക്കന്മാർക്ക് ഹിസ്ബുള്ള ഉണ്ടാവണം, ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് ഹമാസ് ഉണ്ടാവണം. പക്ഷേ ഇസ്രയേലിന് ഇതുണ്ടാവുന്നത് അവരുടെ രാജ്യത്തിന് ദോഷമാണ്. അതാണ് അവരതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏതായാലും അജ്ഞാതന്മാരുടെ വിളയാട്ടം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും.